ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദ്രോഹിക്കാൻ തന്നെയാടേ, ദ്രോഹിക്കാൻ. ഈ ഒരു അന്തരീക്ഷത്തിൽ അവളെ വളർത്തി അവളുടെ ഭാവി ഇല്ലാതാക്കാൻ തന്നെയാ. ദുഷ്ടോ, വിഷ്ണുവേട്ടനെ ബലിയാടാക്കിയതും എന്നെ തളർത്താൻ വേണ്ടി തന്നെയാ. ഇവൻ ഹംസവാ. ഇപ്പൊ ദൂതുവായിട്ട് ചെല്ലും. അറിയട്ടെ, ഇതുകൊണ്ടൊന്നും ശാലിനിയെ തളർത്താനാവില്ലെന്ന് എല്ലാവരും അറിയട്ടെ. കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ. ഞങ്ങൾ അല്പം മദ്യകച്ചവടം പ്ലാൻ ചെയ്തപ്പോ എന്തായിരുന്നു നിന്റെയൊക്കെ ഭാവം? പോലീസ് അറിയും, കുടുംബത്തിന് അന്തസ്സിന് കളങ്കം വരും, ചക്കയാണ് മാങ്ങയാണ്. എന്നിട്ടിപ്പോ എന്തായേ? നിന്റെ ചേച്ചിയുടെ ഭർത്താവ് അല്പം കൂടെ കടുത്ത പണിയാ കാണിച്ചു വെച്ചിരിക്കുന്നേ. സ്പിരിറ്റ് കടത്തൽ. കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ചാനലുകാർ നല്ല പബ്ലിസിറ്റി അല്ലേ കൊടുത്തുകൊണ്ടിരിക്കുന്നേ. കളക്ടറുടെ ഭർത്താവല്ലേ ഒന്നാം പ്രതി. അവർക്ക് വേണ്ടുവോളം കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കാനും എഴുതി വായിക്കാനും കുറേ ദിവസത്തേക്ക് TV നിറയ്ക്കാനും ഇതിപ്പോ വേറൊരു ന്യൂസ് വേണോ? നിന്റെ വിഷ്ണുവേട്ടൻ പോലീസിനെ എക്സൈസിനെയും വെട്ടിച്ച് ചാടി ഓടിപ്പോകുന്നതിന്റെ വിഷ്വൽസേ ചാനലുകാർ 5 മിനിറ്റ് കൂടുമ്പോ പുട്ടിന് പീര ഇടുന്ന പോലെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. അയ്യോ, ഇനി എന്തു വേണം ശാരദാമ്മയുടെ മക്കൾക്ക്? ആൾക്കാർക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു കാരണമായി. രോഹിത്, വിഷ്ണുവേട്ടൻ ആരോ മനഃപൂർവ്വം ചതിച്ചതാ. അല്ലാതെ വിഷ്ണുവേട്ടന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു മണ്ടത്തരം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നീ ഇങ്ങനെ പറയുള്ളൂ. അവൻ എത്ര കൊള്ളരുതായ്മ ചെയ്താലും നിന്റെയൊക്കെ മുന്നിലേ അവനൊരു മര്യാദരാവനാ. ആളെ മയക്കാനും പെണ്ണുങ്ങളെ സംസാരിച്ചു വീഴ്ത്താനും അവനെ കഴിഞ്ഞ ആളുള്ളൂ. രോഹിത്തെ, ഈ വീട് പോവെന്ന് വിചാരിച്ചായിരിക്കും അവൻ ഈ പണിക്കൊക്കെ ഇറങ്ങിയത്. എന്ത് പണിയെടുക്കാനും തയ്യാറായതിന്റെ പരിണിത ഫലമാ ഈ സ്പിരിറ്റ് കടത്തൽ. പാവം പിടിച്ച കമലൻ അവൻ പിടികൊടുത്തു. ഇല്ലെങ്കിലും ഇവൻ അവനെ ബലിയാടാക്കും. പക്ഷേ പോലീസ് കമലിനെ കൊണ്ട് മാത്രം തൃപ്തിപ്പെടുമെന്ന് ആരും വിചാരിക്കണ്ട. വിഷ്ണുവിനെ അവര് പോക്കും. കയ്യാമം വച്ച് സ്പിരിറ്റ് കന്യാസം തലയിൽ വെപ്പിച്ച് തെരുവിലൂടെ അവനെ നടത്തിക്കണം. എങ്കിലേ അവന്റെ അഹങ്കാരം അവനെന്ന് പിടിവിട്ട് പോവുള്ളൂ. രോഹിത് ഇങ്ങനെയൊക്കെ തന്നെ പറയണം. ഒരുപാട് കാലം സ്വന്തം അനിയനെ പോലെ കൊണ്ടു നടന്ന ആളാ വിഷ്ണുവേട്ടൻ. അത് മറക്കണ്ട. അത് എന്തിനെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനെ ഒരു അനിയനെ പോലെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി പലത് ഒളിപ്പിക്കാൻ. എന്റെ അമ്മയുടെ മരണം, അതിന് പിന്നിലെ സത്യങ്ങള് എല്ലാം ഞാൻ ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. എന്നായാലും അതിന്റെ യഥാർത്ഥ സത്യങ്ങളൊക്കെ ഞാനും അറിയും, തെളിയിക്കും ഞാൻ. അന്ന് അവന്റെ അവസാനമാ. അവൻ തീർന്നാ പിന്നെ നിന്റെ കുഞ്ഞേച്ചിയുടെ ഊഴവാ. ശാലിനി വിഷ്ണു ഭർത്താവ് മരിച്ച വിവരം അറിഞ്ഞ് സ്വയം ബോധം നഷ്ടപ്പെട്ട തെരുവിലൂടെ അവൾ ഓടും. ഇല്ലേ അവളെ ഞങ്ങൾ ഓടിക്കും. അതിനുള്ള വകുപ്പ് കൂടി ഒപ്പിച്ചിട്ടേ ഞാൻ അവനെ തട്ടു. രോഹിത് എന്നെ എന്ത് വേണേലും പറഞ്ഞോ. പക്ഷെ എന്റെ കുഞ്ഞേച്ചിയെയും വിഷ്ണുവേട്ടനെയും പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് ആരാ അനുവാദം തന്നെ? ആർക്ക് വേണോടി നിന്റെയൊക്കെ അനുവാദം? നീയേ എന്റെ അടിമയാ, അടിമ. ഞാൻ പറയുന്നത് മാത്രം കേൾക്കാൻ വിധിക്കപ്പെട്ട എന്റെ അടിമ. നിന്റെ ഈ പൂങ്കണ്ണീരുണ്ടല്ലോ, അതിലൊന്നും ഞാൻ അറിയില്ല. നീ എന്നെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്താൻ വേണ്ടി തന്നെയാ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നേ. രോഹിത്, നിങ്ങള് നന്നാവില്ല. നിങ്ങളുടെ മനസ്സ് നിറയെ പകയാ.
അത് നിങ്ങളുടെ സർവനാശത്തിനായി ഒപ്പം കൂടിയിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വരുമ്പോഴേക്കും നിങ്ങളുടെ ഈ ജീവിതം നിങ്ങളിൽ നിന്ന് എന്നേക്കുമായിട്ട് വിട്ടു മാറിയിരിക്കും. രോഹിത്, ഒരപേക്ഷയുണ്ട്. എന്നെ നിങ്ങൾ ഇവിടിട്ട് ചവിട്ടി താഴ്ത്തിക്കോ. പക്ഷെ പപ്പിയെ ദയവ് ചെയ്ത് ഇതിലേക്കൊന്നും വലിച്ചഴക്കരുത്. പപ്പി, പത്മിനി, വിഷ്ണു, അങ്ങനെ പറയടേ. എന്നാലല്ലേ മനസ്സിലാവുള്ളൂ. ഞാൻ അവളെ നിന്റെ കൂടെ കൂടണമെന്ന് പറഞ്ഞത് തന്നെ എന്റെ മകളായിട്ട് ചപ്രപഞ്ചക്കാട്ടിലിട്ട് താരാട്ട് പാടാനാണെന്ന് നീ വിചാരിച്ചോ? ദ്രോഹിക്കാൻ തന്നെയാടേ, ദ്രോഹിക്കാൻ. ഈ ഒരു അന്തരീക്ഷത്തിൽ അവളെ വളർത്തി അവളുടെ ഭാവി ഇല്ലാതാക്കാൻ തന്നെയാ. ദുഷ്ടോ, നിന്നോട് ദൈവം ചോദിക്കും. ഇപ്പൊ ചോദിച്ചോണ്ടിരിക്കുകയാടേ. പക്ഷെ ചോദിക്കുന്നത് വേറെ ഒരു ടോണിലാണെന്ന് മാത്രം. വല്ലവന്റെയും കൊച്ചിനെ നീ എന്തിനാടാ കൂടെ നിർത്തിയിരിക്കുന്നതെന്ന്. അപ്പേ അവരോട് ഞാൻ പറയും, മദ്യവും മരാശി ഒഴുകുന്ന ഈ അന്തരീക്ഷത്തിലെ വിഷ്ണുവിന്റെ മകള് വളരും. ഇല്ലെങ്കിൽ ഞാൻ വളർത്തും. തടയാൻ നിനക്കും ആവില്ല, നിന്റെ കുഞ്ഞിക്കും ആവില്ല. എന്തിന് ഈ പറയണ വിഷ്ണുവിനും പറ്റില്ല. തടഞ്ഞാൽ സത്യാമ്മയുടെ മുന്നില് പപ്പിയന്റെ മോളല്ലെന്ന് എനിക്ക് പറയേണ്ടി വരും. അപ്പൊ പിന്നെ വിഷ്ണുവിനും ശാലിനിക്കും ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടിയും കൊടുക്കേണ്ടി വരും. അമ്മയും മകനും മരുമകളും കൂടി ഒരുമിച്ച് കഴിയാൻ എന്റെ ഈ കൊച്ചു രഹസ്യം തടസ്സമാവുകയും ചെയ്യും. ഇത്രയും നാളും എന്നെ ഒളിച്ച് ഒരു രഹസ്യമായിട്ട് നിങ്ങൾ നടന്നില്ലേ? ഇനി ഈ രഹസ്യമായിട്ട് ഞാനും ഒന്ന് നടക്കട്ടെ. ഇതിന്റെ പേരിലുള്ള ഏക ലക്ഷ്യം മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുക എന്നുള്ളതാ. എന്നിട്ടേ അതിൽ ആനന്ദം കണ്ടെത്തുകാടി. എന്റെ ഇനിയുള്ള വഴി അത് തന്നെയാടേ. രോഹിത്തെ, ഞാൻ എന്റെ പപ്പി മോളെയും കൊണ്ട് എന്റെ വീട്ടിലേക്ക് പോവാ. ഇനി അവിടെ ആരിരുന്നിട്ടാടി? സ്പിരിറ്റ് കേസിൽ പ്രതിയാക്കപ്പെട്ട വിഷ്ണുവിനെ കളക്ടർ ഔദ്യോഗിക സ്ഥാനത്തിരുന്ന് വഴിവിട്ട് സഹായിച്ചതിന്റെ പേരില് ശാലിനിയുടെ ജോലിയും പോവും. പിന്നെ പിന്നെ ഏക ആശ്രയം ആ ഉണക ചായക്കടയാ. അവിടെ പോയി പാത്രവും എടുത്ത് എച്ചിപ്പാത്രം കഴുകാനാ നിന്റെ യോഗമെങ്കിൽ നീ പോടി. ഇവിടെ നിൽക്കുമ്പോ എന്റെ കുത്തുവാക്കുകൾ കേട്ടേ പറ്റൂ. പിന്നെ ഞാൻ കൽപ്പിക്കുന്നതനുസരിച്ച് എന്റെ കാൽ ചുവട്ടി കിടക്കണം.